ഹലോ ഗെയ്സ്, നമ്മളിപ്പോൾ ഉത്രളിക്കാവ് അമ്പലത്തിലേക്ക് ദർശനത്തിന് വേണ്ടി പോവുകയാണ്. രാവിലെ ഒരു 7:30 സമയത്ത് നല്ല മൂടൽമഞ്ഞ്, രണ്ട് സൈഡും പാടങ്ങളൊക്കെ പൂട്ട് കഴിഞ്ഞ് കിടക്കുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഈ സൈഡിൽ ഫാക്ടറിയുടെ ഉഴുതു മറിഞ്ഞിട്ട് നല്ല മൂടൽമഞ്ഞ്, അകമല കാടും കാണാൻ നമുക്കതിന് മുകളിൽ. ആ മലയുടെ കീഴത്തെ ഭാഗത്തൂടെയാണ് ട്രെയിൻ പോകുന്ന പാത, ഷൊർണൂർ തൃശ്ശൂർ പാത. കുറേ കാലത്തിന് ശേഷമാണ് ഉത്രളിക്കാവ് അമ്പലത്തിലേക്ക് ഈ സമയത്താണ് ഞങ്ങൾ എത്തുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നു. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ പൂരങ്ങളിലൊരു പൂരമാണ് ഉത്രളിക്കാവ് പൂരം. വെടിക്കെട്ടിനും പഞ്ചവാദ്യത്തിനും ഏറെ പ്രശസ്തിയുള്ളൊരു പൂരമാണ്. ഉള്ളിലേക്കൊന്നും ഫോണ് അവൈലബിൾ അല്ല. രുദ്രമഹാകാളിയിൽ നിന്നാണ് ഞങ്ങൾ പറയുക. ഇതാണ് ഫ്രണ്ട് ഭാഗം. മൂന്ന് കൂട്ടരും കൂടി ഉത്സവം നടത്തുന്നൊരു പൂരമാണ് വടക്കാഞ്ചേരി, വെങ്കക്കാട്, മരണല്ലൂർ. ഞങ്ങളിവിടെ വന്നപ്പോൾ ഒരു കാറ് പൂജ ചെയ്യുന്നൊരു കാഴ്ച കൂടി കണ്ടു. അതും ക്യാമറയിൽ നിങ്ങൾക്ക് വേണ്ടി പകർത്താമെന്ന് വിചാരിച്ചു. മൂന്ന് സൈഡും, രണ്ട് സൈഡ് പാടം, രണ്ട് സൈഡ് കാടുമാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. വലിയൊരു ആൽമരം കാണാം. 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഉത്രളിക്കാവ് അമ്പലത്തിൽ വരുന്നത്. എല്ലാ വർഷവും പൂരത്തിന് വരാറുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് പൂരത്തിന് വരാൻ പറ്റാറില്ല. നമ്മളപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തൊഴുതിറങ്ങിയിട്ടാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. ഞങ്ങൾ വന്ന സമയത്ത് അത്യാവശ്യം തിരക്കിട്ടുണ്ടായിരുന്നു കേട്ടോ. സൺലൈറ്റിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു കുറവുണ്ടായിരുന്നു. അതാണ് ഒരു മൂടൽമഞ്ഞ് പോലെ നമുക്ക് കാണുന്നത്. ഈ ഭാഗത്തൊക്കെയാണ് വെടിക്കെട്ട് ഉണ്ടാവുക, അതിഗംഭീര വെടിക്കെട്ട്. ഈ രണ്ട് സൈഡും തന്നെ ടീമുകളുടെ വെടിക്കെട്ടാണ് ഉണ്ടാവുക. ഇവിടെ മധുരല്ലൂരും വടക്കാഞ്ചേരി ദേശത്താണ് ഇവിടെ വെടിക്കെട്ടുണ്ടാവുക. വടക്കാഞ്ചേരിക്കാരുടെ പൂരം ആ നിൽക്കുന്ന ആലിൻ്റെ അവിടെയാണ് സംഭവിക്കുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പാടത്ത് പൂട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി, നമുക്കൊരു നല്ലൊരു കാഴ്ച തരാൻ പറ്റും. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു അമ്പലത്തിലേക്കും പോയി. അകമല അമ്പലത്തിൽ പോയി. പുലിയുടെ സിംഹത്തിൻ്റെ ഒരു ഇത് കണ്ടു. അത് ഞാൻ പകർത്തി.